അവരുടെ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള എന്താ പറയുക, അവരുടെ അഭിപ്രായങ്ങൾ മാത്രമല്ല, അവരുടെ വിമർശനങ്ങളുണ്ടെങ്കിൽ വിമർശനങ്ങൾ പറയാം. എല്ലാം മാന്യമായിരിക്കണം. ഡിബേറ്റാണ്. ഓരോരുത്തർ ഒരു ആൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഓവർലാപ്പ് ചെയ്ത് പറയാതിരിക്കാൻ ശ്രമിക്കുക. അവർക്ക് അവസരം കൊടുക്കുക. എന്നിട്ട് അതിനുള്ള മറുപടി രണ്ടാമത് ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് എപ്പോഴും ഹാൻഡ് റൈസ് ചെയ്യുക. എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഒരു കാര്യം കൂടി, ഇതിൽ കാഴ്ചക്കാരായിട്ട് മാത്രം ഇരിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടാവും. അതും നിങ്ങൾ എന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. കാരണം ഇങ്ങനൊരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ IT റൂൾസ് പാലിക്കുക, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ IT ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഡിഗ്രിയുടെ അല്ലെങ്കിൽ ഡിഗ്രി വേണം അല്ലെങ്കിൽ UG അല്ലെങ്കിൽ PG വേണം എന്നുള്ളതിൻ്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു ജോലി കിട്ടാൻ PG വേണം അല്ലെങ്കിൽ മിനിമം ഡിഗ്രി വേണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ചർച്ച. അപ്പോൾ ആദ്യം ആരാണ് അതിന് അഭിപ്രായം പറയാനെന്നുള്ളത് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ആരൊന്നും പറയണില്ല. റിയാസ്, നീ തന്നെ എന്റെ വിലയേറെ അഭിപ്രായം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അതായിരിക്കുമല്ലോ കുറച്ചും കൂടി നല്ലത്. അതല്ല, ഞാനിതിലൊരു ഇത് മാത്രമാണ്, അതായത് എന്താ പറയുക, ഞാനിതിൽ കോർഡിനേറ്റർ മാത്രമായിട്ട് ഇന്നത്തെ ദിവസം നിൽക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നമ്മളിവിടെ ഡിസ്കഷനാണ്, അത്രേ ഉള്ളൂ. സുഹേൽ ബ്രോ പറഞ്ഞോളൂ. ഹലോ, ഒന്ന് വേറെ എന്താ പറയുന്നത്, സുഹൈൽ എന്തോ പറയുന്നുണ്ട്. പറഞ്ഞോളൂ. ഹാൻഡ് ഇല്ല ഇല്ല, എന്തോ നെറ്റ്വർക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, സൗണ്ട് കുറവുണ്ട്. അപ്പോ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങിക്കൂടെ? ഒരാളായിട്ട് പരിചയപ്പെടുത്തിക്കൂടെ? അതെ അതെ അതെ, പറഞ്ഞോളൂ. ഓരോരുത്തർ പിന്നെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വെറുതെ തുടങ്ങുകയല്ല. ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം, ദെൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് പറയും. ടൈം വേസ്റ്റ് ആക്കരുത്, കാരണം നമ്മൾ അത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ടൈമിന് അത്ര മൂല്യമുണ്ടേ. ആരും സംസാരിക്കുന്നില്ലല്ലോ റിയാസേ. ഉണ്ട് 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 ഉണ്ട്. ഞാൻ ചോദ്യം ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ശരി. അശ്വിനെ എന്താ പറഞ്ഞോ, നിന്റെ അഭിപ്രായം എന്താ? ഡിഗ്രി വേണോ വേണ്ടയോ? ഡിഗ്രി അത് കറക്റ്റ് പറഞ്ഞാൽ ഡിഗ്രി ഇപ്പൊ ചില ഫാക്ടറിയിൽ വേണ്ടി വരും. കാരണം ഫിൽട്രേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ പല രീതി. ഇപ്പൊ ഞാൻ ജോബ് സെർച്ച് ചെയ്തിരുന്ന സമയത്ത് അത് സെയിം കമ്പനി തന്നെ +2 ആളുള്ള ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം എനിക്ക് അറിയാവുന്ന കൂട്ടത്തിൽ തന്നെ. അപ്പം അവിടുന്ന് തന്നെ ഈ ഡിഗ്രി ഒരു ഫിൽട്രേഷൻ ഫാക്ടറായിട്ട് ചില കമ്പനീസ് അതിനെ മാൻഡേറ്ററി ആയിട്ട് നോക്കുന്നുണ്ട്. മീൻസ് ഇപ്പൊ ചിലർ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ഡിഗ്രി വേണം. ചിലർ ഡിഗ്രി വെക്കത്തേ ഇല്ല ജോബ് ഡിസ്ക്രിപ്ഷനിൽ. കാരണം അത് ഇപ്പൊ ഇനിഷ്യലി അതൊരു ഫിൽട്രേഷൻ ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട് സത്യത്തിൽ. സ്കിൽ സെറ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ ഡിഗ്രി വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായും അശ്വിൻ പറഞ്ഞതിനോട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ്. കാരണം നമ്മള് ജോബ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവർ ചിലപ്പം ഡിഗ്രി ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ കരിയറിൽ അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ഉള്ള ഒരാളും അല്ലെ അതുപോലെ അല്ല, +2 ഞാൻ കഴിഞ്ഞ ചോദിക്കട്ടെ, ഒരാളും ആണ് ഒരു വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഒരു ഡൗട്ടാണ് ഞാൻ ചോദിക്കണേ. ഒരാൾക്ക് ജോലി കിട്ടാൻ ഡിഗ്രി നിർബന്ധമാണോ? ഒരാൾക്ക് ജോലി കിട്ടാൻ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഏത് തരത്തിലുള്ള ജോലിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കണം. അതായത് ഡെവലപ്പർ ഉദാഹരണത്തിന് ജോലിക്ക് ആണ് ഉദ്ദേശിച്ചത്.
അതെ അതെ, ഡെവലപ്പർ ജോബ് എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഇതുപോലുള്ള വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഇതുപോലുള്ള ഫ്രെയിംവർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലാണെങ്കിൽ അവർ ചിലപ്പം ഡിഗ്രി കാര്യമായിട്ട് നോക്കിയെന്ന് വരില്ല. പക്ഷെ അതേസമയം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പനികള്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി സിസ്റ്റം ലെവലിൽ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ അവരെന്തായാലും ഡിഗ്രി മാൻഡേറ്ററി ആയിരിക്കും. അവർ ഡിഗ്രി ഉണ്ടായാലും അറ്റ്ലീസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് എങ്കിലും അവർ ചോദിക്കും. അപ്പൊ ഏത് പൊസിഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി വിലയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുക. നമ്മളിപ്പം ഉദാഹരണത്തിന് ISROയിലാണ് നമുക്കൊരു ജോബ് പോസ്റ്റിംഗ് വരുന്നത്, അല്ലെങ്കിൽ പിന്നെ അതുപോലെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കുറച്ച് ഓപ്പണിങ്സ് വരുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ അവർ എന്തായാലും തിയറിറ്റിക്കൽ ബേസ് ഉണ്ടോ, ഇവന് കമ്പ്യൂട്ടർ സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായും നോക്കും. പിന്നെ ഡിഗ്രി വേണ്ട എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്റ്റാർട്ടപ്പുകൾ, അതായത് നമ്മളെ കൊണ്ട് കാര്യം നടന്നാൽ മതി, കാര്യം നടന്നാൽ മതി എന്ന് വിചാരിക്കുന്ന കമ്പനികൾ ഡിഗ്രി ചിലപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രി വേണോ വേണ്ടയോ എന്നുള്ളത് ബേസ് ചെയ്യുന്ന വെച്ചാൽ കമ്പനിയുടെ ആ ഒരു സ്റ്റാൻഡേർഡും നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയുടെ അതിന്റെ ഒരു ഡെപ്തും അനുസരിച്ചിട്ടായിരിക്കും. സാധാരണ നോർമലി നമ്മൾ ഒരു കാണുന്ന ഈ തരത്തിലുള്ള ഫ്രെയിംവർക്ക് പഠിച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന തരത്തിലുള്ള ജോബിലേക്കാണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിഗ്രി വേണ്ട എന്ന് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരിക്കും. പക്ഷെ റിയാലിറ്റി അതല്ല, അങ്ങനെയുള്ള കമ്പനികൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നത്. ഇത്രയാണ് എന്റെ ഒരു ചെറിയൊരു എളിമയായ ഒരു അഭിപ്രായം. ഞാൻ കറക്റ്റ് അത് പറയാനാണ് ഒരു സെനാരിയോ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമുക്കൊരു ഡ്രീം കമ്പനി ഉണ്ട്. അതായത് ഇപ്പൊ ഒരു TCS, അസെഞ്ചർ പോലൊരു കമ്പനി നമുക്ക് അവിടെ തന്നെ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചോ. ഇപ്പൊ എന്റെ ഒരു കേസ് വെച്ചിട്ട് ഞാൻ പറയാം. അപ്പം ഈ കമ്പനീസിന്റെ റിക്രൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് സെനാരിയോ ഈ ഫിൽട്രേഷൻ എന്ന പരിപാടിയാണ്. ഒരു ATS ആണ് മെയിൻ പ്രശ്നം. ATSനകത്ത് ഈ കീവേഡ് ഡിഗ്രി അത് മാൻഡേറ്ററി അവരുടെ അതിനകത്ത്. അപ്പൊ ആ ഒരു ഇനിഷ്യൽ ഫിൽട്രേഷനിൽ തന്നെ കയറി പോകണമെങ്കിൽ ഈ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരും. ഇപ്പൊ നമ്മുടെ ഒരു ഡ്രീം ജോബാണ് ഇപ്പൊ TCSൽ വർക്ക് ചെയ്യണം. നമ്മൾ ഇത്രയും ഫ്രെയിം വർക്ക് ഒക്കെ പഠിച്ച് നമുക്ക് പക്ഷെ ഡിഗ്രി ഇല്ല എന്നൊരു ഫാക്ടർ വരുമ്പോൾ, അങ്ങനത്തെ സെനാരിയോസ് വരുമ്പോൾ ഈ ഡിഗ്രി ഭയങ്കര ഒരു ക്രൂഷ്യൽ റോൾ അവിടെ കളിക്കും. അതായത് നമുക്ക് അങ്ങോട്ട് ഈ TCS, ഈ അസെഞ്ചർ പോലുള്ള കമ്പനീസിന്റെ ഇനിഷ്യലി അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ റൗണ്ട്സ് കിടക്കുക. അവിടെ എല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻസിനെ നമ്മൾ മറികടക്കണമെങ്കിൽ ആ സാധനം കൺഫേം ആയിട്ട് കയ്യിൽ വേണം. അല്ല ഇൻ കേസ് ഇപ്പൊ നമുക്കൊരു ജോബ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഡിഗ്രി ഇല്ലാതെ നമ്മുടെ സ്കില്ല് പ്രൂവ് ചെയ്ത് കാണിച്ചുകൊണ്ട് നമുക്ക് ജോബിൽ എൻ്റർ ചെയ്യാം. ബട്ട് ഒരു ടാർഗറ്റഡ് ആയിട്ട് വലിയ കമ്പനീസിനെ ടാർഗറ്റ് ചെയ്യുന്നവർക്ക് അതൊരു പ്രശ്നമായിട്ട് വരും. കാരണം ഇപ്പൊ നമുക്ക് അവരെ ഒരു സ്കില്ല് അവരെ പ്രൂവ് ചെയ്ത് കാണിക്കണമെങ്കിൽ പോലും നമ്മൾ ആ ടെക്നിക്കലി റിസീവ് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ മേടിക്കാനുള്ള ആ റൗണ്ട് വരെ എത്തണമെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള ഈ ഫിൽട്രേഷനിൽ നിന്ന് മാറണം നമ്മൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഏതൊരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തിയററ്റിക്കൽ ബേസ് നമുക്ക് ഇത്ര സ്ട്രോങ് ആണെന്നോ നമ്മൾ അത്രയും അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോർമലി ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിക്ക് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടിങ്ങിന്റെ എല്ലാ മാക്സിമം തിയറി കാര്യങ്ങളൊക്കെ അവൻ അറിയായിരിക്കും. ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും അവന് കിട്ടും. അപ്പൊ ആ ഒരു ലെവലിൽ നോളജ് വേണ്ട കമ്പനികളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ആ ഒരു ലെവലിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തായാലും നമ്മളെ ഡിഗ്രി മാറ്റർ ചെയ്യും. ഡിഗ്രി വേണ്ട, നിങ്ങൾ സ്കില്ല് മതി എന്നുള്ള നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിംഗ് ഗിമ്മിക്കുകൾ കേൾക്കാം. പക്ഷെ അത് കേട്ട് നമ്മളാരും അങ്ങനെ ഒരു പൊട്ടത്തരത്തിലേക്ക് എടുത്ത് ചാടരുത്. ആ ഡിഗ്രി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളൊക്കെ ഇന്ന് നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ചെറിയ ചെറിയ എന്തെങ്കിലും സ്കില്ല് മാത്രം ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ട് ഡിഗ്രി വേണ്ടെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ പോരെ. പക്ഷെ അങ്ങനെ സംഭവിക്കാത്തത് അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. ആൻസർ ചെയ്ത കാര്യം മനസ്സിലായി. ഹായ്, ഐ ആം സുഹേൽ. ഓക്കെ, ഇവിടെ കാലിക്കറ്റ് നിന്നാണ്. എനിക്ക് എന്താണ് ഇതിനോട് കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോൺസ് ചെയ്യാറെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡിഗ്രി ഉള്ളത് നല്ലതാണെന്ന് വാദിക്കുന്ന ആൾക്കാരെ കൂടെയാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ഒരു കാര്യം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
ഡിഗ്രീസ് വേണം എന്നുള്ളത് ശരിക്കും നമുക്കൊരു എന്താ പറയാ ബാക്കിയുള്ളവർക്ക് ഒരു തോന്നൽ വരാനല്ലേ എന്ത് ഇയാൾക്ക് ഈ ഡിഗ്രി ഉണ്ടായതുകൊണ്ട് ഇയാൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്, അപ്പൊ ഇയാൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ അതിന്റെ ഉള്ളിലുള്ളത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് ഡിഗ്രി ഇല്ലെങ്കിലും വർക്ക് അവൈലബിൾ ആണ്, പക്ഷെ ഡിഗ്രി ഇല്ലാത്തവനെ ആൾക്കാർ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഡിഗ്രി ഇല്ല, അതിനെ കൊണ്ട് അയാൾക്ക് വല്ലതൊന്നും അറിയില്ല. മീൻസ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ഹാവ് സംതിങ്, അങ്ങനത്തെ ഒരു തോന്നലിന് വേണ്ടിയിട്ടല്ല. ഇതിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ ചെറിയൊരു തോന്നലാണ്. ഓക്കെ. ഇപ്പൊ IT ഫീൽഡിലെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാലും മതിയോ ഇപ്പൊ ജോബിന് കയറണം എന്നുണ്ടെങ്കിൽ? ഇപ്പൊ ഈ TCS, ഇൻഫോസിസ് പോലത്തെ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, MNC-കളൊക്കെ, അതിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇപ്പൊ ഒരു BA സോഷ്യോളജി, BA ഇംഗ്ലീഷ് ഇതുപോലുള്ള ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോബ് കിട്ടാൻ സാധ്യത. കേൾക്കുന്നില്ലേ? ഹലോ. ആ, അങ്ങനത്തെ കമ്പനീസ് ബേസിക്കലി അവര് ജോബിൽ വെക്കുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രീസ് ഉണ്ടോ എന്ന് തന്നെ വെക്കുന്നത്. ഇപ്പൊ TCS അങ്ങനത്തെ സംഭവമൊക്കെ നോക്കുകയാണെങ്കിൽ അവർ അങ്ങനത്തെ തന്നെ സ്പെസിഫൈ ചെയ്ത് വെക്കും, ഡിഗ്രീസ് റിലേറ്റഡ് ടു കമ്പനി, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഞ്ചിനീയറിംഗ്, ബിടെക്, ബിടെക് അങ്ങനത്തെ സാധനം അവർ സ്പെസിഫൈ ചെയ്ത് തന്നെ വെക്കുന്നത്. നമ്മളിപ്പോ ഈ ഒരു ജോബ് എന്നുള്ള ഒരു ഫീൽഡിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് ഡിഗ്രി തന്നെ മെയിൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോബ് ഡിഗ്രി ഇല്ലാതെ പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഡിഗ്രിയുടെ ഒരു ആവശ്യകത വരുന്നുണ്ട്. നമുക്ക് PGDCA പോലത്തെ ഡിപ്ലോമകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറാൻ പറ്റുമോ? അല്ലേ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പം പലരും പല ആൾക്കാരും വെച്ചാൽ ചിലർക്ക് ചില ആളുകൾക്ക് ജോലി എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ കാണത്തുള്ളായിരിക്കും. ഇപ്പം അവർക്ക് അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് നോക്കുമ്പോൾ ഡിഗ്രിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ചില ആളുകൾക്ക് ഒരു ഡ്രീം കമ്പനി വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്നവർ ഇപ്പം ഇപ്പം അതായത് ചിലപ്പം ചിലർക്ക് പുറത്തോട്ടൊക്കെ പോകാം, പുറത്തൊരു വലിയ കമ്പനി, അതായത് കാനഡ, UK പോലുള്ള ഒരു വലിയ അവിടുത്തെ ഒരു കമ്പനി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളത്, അപ്പം ആ ഒരു കമ്പനിയെ ടാർഗറ്റ് ചെയ്ത് ഇപ്പം ജോബ് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പം അവർക്ക് ഈ അവരുടെ സോർട്ടിങ്ങിൽ ഈ ഒരു ഡിഗ്രി ഒരു മെയിൻ ഫാക്ടർ വരുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ കടന്നു പോകത്തില്ല. ആ ഒരു പോയിന്റ് നമ്മൾ വിചാരിക്കും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് വിചാരിക്കും. ഇങ്ങനത്തെ സെനാരീസ് വരുമ്പോഴാണ് ഈ ഡിഗ്രിയുടെ റോള് മെയിൻ ആയിട്ട് വരുന്നത്. അല്ലാതെ ഒരു ജോബ് മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കില്ല് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ഇപ്പൊ ടെക്നിക്കൽ ഇപ്പൊ ടെലിഫോണിക്ക് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ അവരൊന്നെങ്കിൽ മിഷൻ ടെസ്റ്റ് ആയിരിക്കും തരുന്നത്. നമുക്ക് ആ മിഷൻ ടെസ്റ്റിൽ കൂടെ തന്നെ അവരെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും നമുക്ക് എന്തോരം സ്കിൽ ഉണ്ടെന്ന്. കമ്പനീസ് അതായത് ജോബ് മാത്രം നോക്കുന്നവർക്ക്, അല്ലാതെ ഇങ്ങനെ വലിയ കമ്പനീസ് ടാർഗറ്റ് ചെയ്യുന്നവർക്ക് അതൊരു വലിയ പാടായിരിക്കും അത്. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പൊ നിലവില് ഞാന് ജസ്റ്റ് നിങ്ങൾ നോക്കിയ സമയത്ത് ഇഗ്നോ യൂണിവേഴ്സിറ്റി, പിന്നെ അതുപോലെ വേറെ 2-3 യൂണിവേഴ്സിറ്റികളൊക്കെ BA ഇനി ഡിഗ്രി ഉള്ള ഒരാൾക്ക് നമുക്ക് എന്താ പറയുക MCA എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ BA ഇംഗ്ലീഷിലുള്ള ഒരു ആർട്സ് വിഷയം എടുത്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, MCA എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് 2 3 സബ്ജക്ട് എക്സ്ട്രാ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ എന്നാലും MCA എന്നുള്ള ഒരു 2 വർഷത്തെ ഡിഗ്രി അല്ല PG ചെയ്യാൻ പറ്റും. അപ്പൊ ആ PG കൊണ്ട് നമുക്ക് കാര്യം ഉണ്ടാവും. ഇപ്പൊ ഡിഗ്രി എടുത്തിട്ടുള്ള ആർട്സ് വിഷയമാണ്, PG MCAയിലോട്ട് കിടക്കുകയാണ്. അപ്പൊ ആ ഒരു MCA എന്നുള്ള സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് അതിന് വാല്യൂ ഉണ്ടാവും. അല്ല, അതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? നമുക്ക് MCAക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റാതില്ല. പക്ഷേ അത് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം പിന്നെ അവര് ജോയിൻ ചെയ്യാം, ആർക്കും ജോയിൻ ചെയ്യാം, പഠിക്കാം. പക്ഷെ അത് നമ്മള് ഒരു വേറെ മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ അതിലൊരു കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ വരുമ്പോൾ നമ്മളത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട്. നിങ്ങൾ ഇഗ്നോയിലെ MCA കംപ്ലീഷൻ റേറ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, വളരെ കുറവാണ്. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇഗ്നോർ ഇപ്പൊ കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ IT ഫീൽഡിൽ ഇപ്പൊ ഞാനിപ്പോ BA സോഷ്യോളജിയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ബേസിക് ആയിട്ട് ഇപ്പൊ ഫ്രണ്ട് എൻഡ് ഏകദേശം ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ട്, റിയാക്ട് ഫ്രെയിം വർക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് എൻഡിൽ
നോഡ് ജെഎസും പിന്നെ മോംഗോഡിബിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. അപ്പോൾ അതിന്റെ ചെറിയ ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ MCA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് IT ഫീൽഡില് ഡിഗ്രി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോ MCA എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ എനിക്ക് നിലവിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും എന്നാണ്. ഹലോ കേക്കാവോ? കേൾക്കും കേൾക്കും കേൾക്കുന്നു. ഞാനിപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ ഒരു ഡിഗ്രി ഇല്ലാത്ത ആളാണ്. ഇപ്പൊ ഞാൻ ഒരു ഫ്ലട്ടർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുക. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് ആരും സംസാരിക്കില്ല. ഇപ്പം ഇവിടെ സംസാരിച്ച എല്ലാവരും ഡിഗ്രി മാൻഡേറ്ററി ആണ് എന്നുള്ള ഒരു കാര്യം സംസാരിച്ചത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ മോസ്റ്റ് ഓഫ് ദ കമ്പനീസും ഡിഗ്രി ഒരു ഫാക്ടറായിട്ട് വയ്ക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പൊ തന്നെ ലിങ്ക്ഡിനിൽ ജോബ് അപ്ലൈ ചെയ്യുന്ന ടൈമില് ഇതുപോലെ ജോബ് റിക്വയർമെന്റില് പ്രിഫേർഡ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇത്ര വർഷം ഓഫ് എക്സ്പീരിയൻസ് അങ്ങനെ കിടന്നിട്ടുള്ള. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടുള്ള കമ്പനീസും പലതും എനിക്ക് HR കോൾ വന്ന് ഓഫർ ലെറ്ററും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഡിഗ്രിയെ കാട്ടിയും ഈ കാലത്ത് ആവശ്യം സ്കിൽ സെറ്റാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. പക്ഷെ എനിക്ക് ഇനി എന്റെ കരിയർ ഇമ്പ്രൂവ് ആക്കണം. അപ്പോഴ് എൻ്റെ കൂടെ ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നീ ഡിഗ്രി എടുക്കണമെന്ന്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൽസ് ആണ് മെയിൻ. അപ്പൊ ഞാൻ എപ്പോഴും ശ്രമിക്കുന്ന പറഞ്ഞാൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തോണ്ടേ ഇരിക്കും. അപ്പം ഇഷാഖ് ബ്രോ പറഞ്ഞ കണക്ക് ഇപ്പൊ സിസ്റ്റം ഡിസൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡിഗ്രി എന്തായാലും മാൻഡേറ്ററി ആക്കുമെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, അതായത് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ റെസ്യൂം കാണുമ്പോൾ ഈ സിസ്റ്റം ഡിസൈനൊക്കെ നല്ല അറിയാന്നുള്ള ഒരാളെ റെസ്യൂം കാണുമ്പോൾ ഒരു കമ്പനിക്ക് എങ്ങനെയാ റിജക്ട് ചെയ്യാൻ പറ്റുന്നത്? അതേ ടൈപ്പില് കുറെ പേർക്ക് ഇപ്പം ഡിഗ്രി ഉള്ള ഫാക്ടർ ഉണ്ടാക്കി. ഡിഗ്രി വേണ്ടെന്നല്ല പറഞ്ഞാൽ, ഡിഗ്രി ഉണ്ടായാലും സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നല്ല ജോലി കിട്ടത്തുള്ളൂ. അല്ലാതെ ഡിഗ്രി ഉള്ളതിന്റെ പേര് മാത്രമായിട്ട് കിട്ടത്തില്ലല്ലോ. ഇപ്പം എൻ്റെ ഒരു ചേച്ചി പറയുകയാണെങ്കിൽ ചേച്ചി MTech കഴിഞ്ഞതാ, 6 വർഷം. MTech എന്ന് പറയുമ്പോൾ ടോട്ടൽ എല്ലാം കൂടി 6 വർഷത്തിന് പുറത്ത് പഠിക്കുക കമ്പ്യൂട്ടർ സയൻസിൽ. എന്നിട്ട് ചേച്ചിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴിയാ ഇവിടെ UST കിട്ടിയത്. പക്ഷെ എന്നിട്ടും വലിയ ഒരു സാലറി ചേച്ചിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല 2-3 വർഷം കഴിഞ്ഞിട്ട്. അവര് ആ ചീപ്പ് ലേബർ എന്നുള്ള ഒരു രീതിയിൽ അവരെ എടുക്കും. അപ്പൊ ഇത്രയും പഠിച്ചിട്ടും അങ്ങനെ ഒരു സാലറി നിൽക്കണേക്കാട്ടിയും നല്ല സ്കിൽസ് അച്ചീവ് ചെയ്തിട്ട് നല്ല കമ്പനീസിലോട്ട് കയറണമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം US കാര്യമാണെങ്കിൽ അവിടെ ഈ ഡിഗ്രി എന്ന് പറയുന്ന ഒരു ട്രെൻഡ് തന്നെ മാറിക്കൊണ്ടിരിക്കുക. കാരണം ഒന്നാമത്തെ കാര്യം അവിടെ ഡിഗ്രി ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പെൻസീവാ. ഞാൻ അവിടെ ഉള്ള ഒരു അജയൽ കോച്ചിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ ഒരു ഹൈസ്കൂൾ കഴിയണ സമയത്ത് ഇതുപോലെ അടുത്ത ജോബിലോട്ട് കയറി തുടങ്ങും. അതായത് അവിടെ ഡിഗ്രി എന്ന് പറയുന്ന ഫാക്ടർ അത്രയും എക്സ്പെൻസീവാ. അതുകൊണ്ട് തന്നെ ആരും വലുതായിട്ട് കാര്യങ്ങളില്ല. പിന്നെ കമ്പനീസ് ഒരുപാട് മാറി തുടങ്ങി. ഇപ്പൊ എലോൺ മസ്കിന്റെ SpaceX ആണെങ്കിൽ പോലും ഡിഗ്രി വേണ്ടെന്ന് പറയണം. അതും ഇങ്ങനത്തെ ഒരു ഫീൽഡ് മാത്രമല്ല, IT ജസ്റ്റ് നമ്മുടെ ഡെവലപ്മെന്റ് ഫീൽഡ് മാത്രമല്ല, അങ്ങനെ റോക്കറ്റ് സയൻസിൽ വരെ ഡിഗ്രി വേണ്ടെന്നാ പറയുന്നത്. പുള്ളി ഒരു സെൽഫ് ലേൺ ആയിട്ടുള്ള ആളാണ്. അപ്പം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി മാൻഡേറ്ററി അല്ലെന്ന്. പുള്ളി ഈ റോക്കറ്റ് സയൻസ് വരെ സ്വന്തമായിട്ട് പഠിച്ചു. അപ്പൊ അത്രയും പാഷനുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് റിസോഴ്സസ് എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കുറെ കമ്പനീസ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ ഇതൊരു സെക്യൂർഡ് ആയിട്ടൊരു ഫാക്ടർ വരത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്കിൽസ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ഇപ്പൊ നോക്കുന്നത്. ഇപ്പൊ എനിക്ക് ഡിഗ്രി അടുത്ത നെക്സ്റ്റിലോട്ട് പോകാനായിട്ട് ഒരു പ്ലാൻ ഇല്ല. അപ്പൊ ഇതാണ് എന്റെ അഭിപ്രായം. നീ ഇതിനെതിരെ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് നല്ലൊരു അഭിപ്രായമായിരുന്നു. ഓക്കെ, അപ്പോ ഈ ഡിഗ്രിയും സ്കില്ലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതുള്ളവർക്ക് മറ്റത് ഉണ്ടാവില്ല എന്ന ഒരു ഫസ്റ്റ് ഒരു അസംഷൻ നമ്മൾ ഒഴിവാക്കണം. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ തെറ്റ് വരുന്നത്. ഒരാൾക്ക് ഡിഗ്രിയും സ്കില്ലും കൂടി എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? ഇപ്പൊ ഒരാൾ പാഷനേറ്റ് ആയിട്ടാണ് അയാളുടെ ഡിഗ്രി പോലും ഇല്ലാതെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, വിത്ത് പാഷൻ ഡിഗ്രി ഉള്ള ഒരാളെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ഡിഗ്രി ഉള്ള ആൾക്കാർ ഡിഗ്രി ഇല്ലാത്ത ആൾക്കാരെക്കാളും ടോപ്പിലെ മാത്രമേ അയാൾ വരും. അത് വരില്ലേ?
അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോരെ. നമ്മളിങ്ങനെ ഒരാൾക്ക് സ്കിൽ, നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ ചേച്ചി ഉദാഹരണത്തിന് അവർ കമ്പ്യൂട്ടർ സയൻസിലായിരിക്കില്ല താല്പര്യം, അതുകൊണ്ടാണ് അവർക്ക് ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തത്. താല്പര്യമില്ലാത്ത ഫീൽഡിൽ പോലെ എവിടെ പോയാലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. താല്പര്യം ഉണ്ടായിട്ടാണ് നമ്മളൊരു ഫീൽഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രോത്ത് ഉണ്ടാവും. അത് മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ. അല്ലാതെ ഡിഗ്രി ഉള്ളത് കൊണ്ട് അവർക്ക് സ്കില്ല് ഇല്ലാതെ പോയി, അല്ലെങ്കിൽ സ്കില്ല് ഉള്ളത് കൊണ്ട് പിന്നെ ഡിഗ്രി വേണ്ട എന്നുള്ള ഒരു അസംഷനിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലല്ല, ഞാൻ ഒരിക്കലും അങ്ങനെയല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ സ്കിൽ ആണ് മെയിൻ. അല്ലാതെ ഞാൻ ഇപ്പം ഡിഗ്രി വേണ്ടേ വേണ്ട അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ സ്കില്ലാണ് കൂടുതൽ പ്രാധാന്യം. അല്ലാതെ ഇപ്പൊ ഒരാൾക്ക് ഡിഗ്രി ഉണ്ട്, സ്കില്ലുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും ബെറ്റർ. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷെ അതൊരു മാൻഡേറ്ററി കേസ് അല്ല. കാരണം ഞാൻ ഇപ്പൊ നല്ല സ്കിൽഡ് ആണ്, എന്റെ സ്കില്ലിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. ഈ കാര്യം എനിക്ക് കമ്പനീനെ കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓഫർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ആദ്യമായിട്ട് ആ ഡിഗ്രി ഇല്ലാത്തൊരു ഡെവലപ്പറിനെ എടുക്കുന്നത്. അപ്പൊ അവര് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. കാരണം ഈ ഡിഗ്രി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ അല്ല ഇപ്പൊ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കൊരു കോളേജ് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഇത് പോലും ഇല്ല. അവർക്കത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർ എക്സ്റ്റേണൽ ആയിട്ട് പഠിക്കണം. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം കോളേജിൽ ഒരു സിലബസ് ഉണ്ട്, അത് പഠിക്കേണ്ടതാണ്. ഇപ്പൊ ഒരു ഡെവലപ്പറായ എന്തായാലും നമുക്കത് പഠിക്കണം. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ DSA ഒന്നും അതിനു മുമ്പ് പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ അങ്ങനെ പഠിച്ചു വന്നതാ. പക്ഷെ എനിക്കിപ്പോഴും DSA അറിയത്തില്ല എന്നും പറഞ്ഞ് ഞാൻ അത് പഠിക്കാതിരുന്ന ഫ്യൂച്ചറിൽ എനിക്കത് അഫക്ട് ചെയ്യും. പക്ഷെ പഠിക്കാനുള്ള ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ. ലോകത്തിലെ തന്നെ ടോപ്പ് ലെക്ചേഴ്സ് എല്ലാം എടുക്കുന്ന ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആയി. സിസ്റ്റം ലെവൽ പ്രോഗ്രാമിംഗ് ഫ്രീ കോഡ് ക്യാമ്പിൽ ഫ്രീ ആയിട്ട് കോഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ സ്കിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റും. നോർമലി ഉള്ള ആൾക്കാരെക്കാട്ടും ബെറ്റർ ആയിട്ട് നമുക്ക് സ്കിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഡിഗ്രി ഉള്ളവൻ മോശക്കാരനാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഡിഗ്രി ഉണ്ട്, ഇപ്പൊ ഡിഗ്രി ഉള്ള ഒരാള് ഈ ഫീൽഡിൽ പാഷനേറ്റ് ആയിട്ട് വന്നിട്ടാണ് ഡിഗ്രി എടുത്ത് അതിന്റെ കൂടെ സ്കില്ലും ഉണ്ടെങ്കിൽ ഓക്കെ ആണത്. പിന്നെ അത് മാത്രമല്ല, ഈ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ IIT, പിന്നെ ഹാർവാർഡ്, അവിടെയൊക്കെ പഠിക്കുന്ന ആൾക്കാർ എന്തായാലും അവർ സ്കിൽഡ് ആണ്. അതുകൊണ്ടാണ് അവരെ കൊണ്ടുപോകാനായിട്ട് ഇത്രയും ആൾക്കാരുള്ള. പക്ഷെ നമ്മളെ ഇവിടെ ഉള്ള മെജോറിറ്റി ഓഫ് കോളേജിലും അങ്ങനെയല്ല അവസ്ഥ. അതുകൊണ്ട് ആർക്കും ഇങ്ങനെ ജോലി കിട്ടാതെ, അത് കയറുമ്പോൾ തന്നെ 10,000-15,000 കയറേണ്ടി വന്ന ഇതാ. അപ്പം എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് +2 കഴിഞ്ഞു, ഇങ്ങനെ കുറച്ച് ഓൺലൈനായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. സ്വന്തമായിട്ട് ഒരാൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. സെൽഫ് ലേണിംഗ് എന്നുള്ള ഒരു സ്കില്ലിന് ആണ് ഏറ്റവും പ്രാധാന്യം ഉള്ളത്. അതായത് ഡിഗ്രി മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഡിഗ്രി ചെയ്യണം നല്ലതാ. പക്ഷെ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഡിഗ്രി സ്കില്ല് ഉണ്ടെങ്കിൽ അത് ബെറ്ററാ. ഇപ്പം ഇതിൽ തന്നെ ഡിഗ്രി പഠിച്ച ആൾക്കാർ, എന്നെക്കാട്ടി സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിലേ ഇന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ എന്നില്ല. കാരണം ലോകത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ടോപ്പ് ലെക്ചേഴ്സ് എല്ലാം എടുക്കുന്ന കാലം. ഇപ്പൊ CS50 എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസത്തെ കോഴ്സ് ഉണ്ട്, ഫ്രീ കോഡ് ക്യാമ്പിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആ. അതൊക്കെ വേണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി നമ്മളെ IIT ലെവലിലോ ആൾക്കാരെ സ്കില്ല് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതാ. അതുകൊണ്ട് ഇന്നൊരു സർട്ടിഫിക്കറ്റിന്റെ ബേസിൽ മാത്രം നമ്മൾ നിന്ന് പോകണേല് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്റെ സ്കിൽസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് ആ ഒരു ലെവലിലോട്ട് എത്താൻ നോക്കും. ഇപ്പൊ എനിക്കൊരു ഇതുണ്ട്, എനിക്ക് ഡിഗ്രി ഇല്ല, ഓക്കെ, അപ്പൊ ഞാൻ അത്രയും പഠിച്ചു കഴിഞ്ഞാലേ അവരുടെ ലെവലിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോ പോകുന്നത്. ഞാൻ ജസ്റ്റ് എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതാണ്, ഓക്കെ, എനിക്കതിൽ വേറെ അഭിപ്രായം. പക്ഷെ ഡിഗ്രി ഇല്ലെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ചില ആൾക്കാര് ഫിനാൻഷ്യലി ഉള്ള സാഹചര്യങ്ങളൊക്കെ കാരണം ഡിഗ്രി പോകാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് ഇനി ഒരു കരിയർ ഇല്ലെന്നും പറഞ്ഞ് അവർ വിഷമിച്ചിരിക്കണേക്കാട്ടി നല്ലത് അവർക്ക് എന്ത് വേണോ പഠിക്കാം. ഇപ്പൊ ഇക്കാലത്ത് റോക്കറ്റ് സയൻസ് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. അതിനുള്ള റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആ. അപ്പം അവർക്കിപ്പോ ഏജ് ഓവർ ആയി പോയി, ഡിഗ്രി ഇല്ല എന്നുള്ളൊരു ഫാക്ടർ കാരണം അവർക്ക് വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിലും ബാക്കിയുള്ളവരെ ലെവലിൽ എത്താൻ പറ്റും. ആ ഒരു അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് എത്ര പേര് അഭിപ്രായം പറയാമെന്ന് വെച്ചാൽ അത് വെറും അഭിപ്രായം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് MBBS പഠിപ്പിക്കുന്ന എല്ലാ സിലബസും മെറ്റീരിയൽസും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് എന്ന് വെച്ചിട്ട് അത് നോക്കി പഠിച്ചിട്ട് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ ആരും വരുമോ? പരിപാടി നടക്കോ? അതേ ഒരു കോൺസെപ്റ്റ് ആണ്. എല്ലാ റിസോഴ്സും ഇന്ന് അവൈലബിൾ ആണ്. റിസോഴ്സസ് അവൈലബിൾ അല്ലാത്ത ഒരു പ്രശ്നമില്ല. എല്ലായിടത്തും എല്ലാവർക്കും റിസോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അത്രയും റിസോഴ്സ്ഫുൾ നോളജ് ഉള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി പോയി ചേരുന്നത്. അപ്പൊ നമ്മുടെ ഒരു മെന്റർഷിപ്പും കൂടി കിട്ടുകയാണ്. ഇപ്പൊ നോർമലി കോളേജിൽ പോകുന്നവർക്കും ഈ റിസോഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ കോളേജിൽ പോകുന്നവര് ഇത് റിസോഴ്സ് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഒന്നും കൂടി റിസോഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി അവരെ പഠിപ്പിച്ചാൽ പോരെ? അപ്പൊ അവരെ ഒന്നും കൂടി പവർഫുൾ ആയില്ല.
അപ്പൊ നമുക്ക് അതിനു വേണ്ടി അത് ചെയ്യാതെ നമ്മൾ യൂട്യൂബ് നോക്കി അല്ലെങ്കിൽ ഓൺലൈൻ റിസോഴ്സ് നോക്കി നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നല്ല. പക്ഷെ മറ്റേയാളെ മെന്റർഷിപ്പും അവരൊരു സപ്പോർട്ടും നമ്മൾ അതിൽ ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും അതൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. അല്ലാതെ എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അത്രയും ചില കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കണേ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇപ്പൊ ഒരാൾ +1 വരുന്ന ഒരാളാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചു മാത്സിന്റെ കുറച്ച് ബേസ് ഒന്നും ഇല്ലാതെ അവൻ നേരെ വന്ന് +1 മാത്സിലേക്ക് അല്ലെ ഫിസിക്സിലേക്ക് സബ്ജക്ട് ഇറങ്ങി അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാ? അപ്പൊ അതങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോളജ് അക്വയർ ചെയ്ത് നോളജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമുക്ക് ഒരു അഡ്വാൻസ് ടോപ്പിലേക്ക് പോകാൻ പറ്റുക. അല്ലാതെ നമ്മൾ സാധാരണ ഒരു വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ HTML CSS സ്ക്രാച്ച് എന്ന് പഠിക്കുന്നത് പോലെ പഠിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. നമുക്ക് അസംബ്ലി ലാംഗ്വേജ് ഒന്നും പ്രോഗ്രാം ഒന്നും എഴുതാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അത് നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം എല്ലാ റിസോഴ്സും ഓൺലൈനിൽ അവൈലബിൾ ആണ്, നമ്മൾ അവിടെ നോക്കി പഠിക്കാം. പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കൽ ആയിട്ട് നടപടിയാവില്ല. ഒരു കമ്പനിയിലേക്ക് പോകുമ്പോൾ അതുപോലെ അതേ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ പൊട്ടൻഷ്യൽ അവിടെ ലിമിറ്റ് ചെയ്യാണ്. ഹലോ, ബ്രോ പറഞ്ഞ ശരിയായിരിക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലുള്ള എത്ര കോളേജിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട്? മിക്കവാറും ഉള്ള കോളേജിൽ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിന് പോലും അറിയത്തില്ലായിരിക്കും. ഇപ്പൊ എന്റെ അല്ലല്ല അത് ഫ്രണ്ട്സ് പറഞ്ഞ കാര്യം, ഞാൻ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചപ്പോഴേ എന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്ന സാറിന് ഒന്നും അറിയത്തില്ലായിരുന്നു. അതൊരു ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ കോളേജിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇപ്പം അത് അവിടുത്തെ എന്തുകൊണ്ടറിയോ? സ്റ്റുഡൻസ് തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെ പ്രൊജക്ട് സെന്ററിൽ പോയിട്ടാണ് പ്രൊജക്ട് വാങ്ങുന്നതെന്ന് എല്ലാ ടീച്ചേഴ്സിനും അറിയാം. അവരത് അപ്രൂവ് ചെയ്യാന് അവർക്കും അറിയത്തില്ല വലുതായിട്ട്. അവർക്ക് ജസ്റ്റ് ഒന്ന് സിലബസിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അതൊക്കെ വേഗമായിട്ടൊന്ന് പഠിപ്പിച്ചു പോകുന്നു. അപ്പം എനിക്ക് തോന്നുന്ന പറഞ്ഞാൽ കോളേജിൽ പോയിട്ടും വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ ആൾക്കാർ ഇറങ്ങുന്നത്. കാരണം എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കണം, ഒരു സപ്ലൈ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരും DS പോലും മര്യാദയ്ക്ക് അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് കോളേജിൽ പോയി മെന്റർഷിപ്പ് പഠിക്കുക, ആ ഒരു അഭിപ്രായത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല. അത് എന്താണെന്നറിയോ? അത് കോളേജിൽ പോയി ഒരു വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് കോളേജിൽ പോയിട്ട് പഠിക്കുന്ന ആളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അല്ലാതെ താല്പര്യമില്ലാതെ ഏതെങ്കിലും കോളേജിൽ പോയി പഠിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. അതേസമയം ഞാനൊരു ഇൻട്രസ്റ്റോട് കൂടി ഒരു കോളേജ് ആ കോഴ്സ് എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിട്ട് പോകുന്നതാണെങ്കിൽ അവൻ സ്വന്തമായിട്ട് കൂടുതൽ എഫേർട്ട് ഇടും. അതിന് പുറമെ ഒന്നിച്ചുള്ള ടീച്ചേഴ്സുമായിട്ട് നോളജ് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ താല്പര്യം ഇല്ലാതെ ഒരു വിഷയത്തിൽ പോയി പഠിച്ച് അയാളെ നോക്കി നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി ആ ഒരു വിഷയത്തിൽ കൂടുതൽ ഡീപ്പായി പോയിട്ട് പിന്നെയാണ് അതിലൊരു മെന്റർഷിപ്പും കൂടി കിട്ടുമ്പോഴാണ് അവർ അത്രയും സ്ട്രോങ് ആവുന്നത്. അല്ലാതെ എനിക്ക് താല്പര്യമുള്ള വിഷയം വേറെ ഏതോ ആയിരിക്കും, പക്ഷെ ഞാൻ പോയത് കമ്പ്യൂട്ടർ സയൻസിലാണ്. അപ്പൊ പിന്നെ ടീച്ചേഴ്സിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളിത് നോക്കിയോ, നമ്മളെ സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ, IIT എത്തിയവരുണ്ട്, MBBS പഠിച്ചവരുണ്ട്, പ്രൊഫസേഴ്സ് ആയവരുണ്ട്. എല്ലാവരും ഒരേ സ്കൂളിലല്ലേ പഠിക്കുന്നത്. പക്ഷെ അവരെ പഠനത്തിനുള്ള താല്പര്യം വ്യത്യസ്തമാണ്. താല്പര്യം മാറുന്നതിനനുസരിച്ച് അവരെ ഇടുന്ന എഫേർട്ട് കൂടും. അതേ ഒരു സംഭവം തന്നെ എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ ആവും. അല്ലാതെ നമ്മള് എല്ലാം ഒറ്റ വെടിവെച്ച് നടക്കുന്ന പരിപാടിയല്ല. ആരാണ് അതിൽ താല്പര്യമുള്ളത്, ആരാണ് കൂടുതൽ അതിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, അവർ ആ പൊസിഷനിൽ മുന്നോട്ട് പോകും. ആ പൊസിഷനിൽ എത്താത്തവരെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ആ കമ്പാരിസണ് തന്നെ അർത്ഥമില്ല. അല്ലെ ബ്രോ, ഇപ്പൊ മെന്റർഷിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു പോയിന്റ് വെച്ചാ ഞാൻ സംസാരിച്ചത്. കാരണം ഇവിടുത്തെ കോളേജിലുള്ള ഇപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ തന്നെ പഠിച്ചുകൂടെ? ഇപ്പൊ അല്ല, ഈ കോളേജിൽ പോകണം നിർബന്ധമില്ലല്ലോ. കോളേജിൽ പോകണം നിർബന്ധം ഉണ്ട് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ കോളേജിലുള്ള ഒരു മെന്റർഷിപ്പും കോളേജിലുള്ള പ്രൊഫസേഴ്സിന്റെ ആ നോളജും അതൊക്കെ നമുക്ക് ആ പ്രൊഫസേഴ്സിന്റെ അടുത്തുള്ള ആ നോളജിന് നമുക്ക് കിട്ടണം. അതിനൊരു ഒരു ഒരു ഇതുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ പഠിക്കുന്നതായാലും അവര് ആ ഒരു ലെവൽ കഴിഞ്ഞു വന്നവരാണ്. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് മാക്സിമം നമ്മൾ അക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവർക്കൊന്നും അറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. കാരണം അവർ ഇതൊക്കെ കഴിഞ്ഞു വന്നവരാണ്. ചിലപ്പോ സ്റ്റുഡൻസ് ചിലപ്പോൾ ഒന്നോ രണ്ടോ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒന്ന് ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കിയേ. ഞാനൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഡൗട്ട് ചോദിച്ചാൽ അവരെനിക്ക് എവിടെന്നെങ്കിലും പറഞ്ഞു തരും. എങ്ങനെയെങ്കിലും എനിക്ക് മനസ്സിലാത്ത കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തരും. ചിലപ്പോൾ നമ്മൾ 1-2 മണിക്കൂറോ യൂട്യൂബ് നോക്കിയോ ഡോക്യുമെന്റേഷൻ വായിച്ചോ മനസ്സിലാത്ത കാര്യം അവർ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കി തരും. അപ്പൊ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആരാണോ അതിൽ കൂടുതൽ എഫേർട്ട്, ആർക്കാണ് കൂടുതൽ പാഷൻ ഉള്ളത്, അവർ ആ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ അവരെന്തായാലും സക്സസ്ഫുൾ ആവും. അതിപ്പോ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ എംപ്ലോയബിൾ ആവും. അങ്ങനെ ഇല്ലാത്തവർ ഡിഗ്രി കഴിഞ്ഞാലും കാര്യമില്ല, സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ട് കാര്യമില്ല.
അത് ഓക്കെ ബ്രോ. ഞാൻ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഡിഗ്രി എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി അല്ല. ഡിഗ്രി എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഏകദേശം ഒരു 5-8 ഇന്റർവ്യൂ ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ബ്രോ ഇപ്പൊ പറഞ്ഞ കാര്യം ഈ കോളേജിലെ ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ബ്രോ പഠിച്ച നല്ലൊരു കോളേജിലായിരിക്കും. അതുപോലെ തന്നെ ഈ IIT-യിലും NIT-യിലൊക്കെ പഠിച്ച അവർക്ക് കിട്ടുന്ന ലെക്ചേഴ്സ് തന്നെ അത്രയും ടോപ്പ് ലെക്ചേഴ്സ് ആയിരിക്കും. ഇപ്പം അവരെ ക്ലാസ് തന്നെ യൂട്യൂബിലെല്ലാം അവൈലബിൾ ആ. ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കും ഒരുവിധം നല്ല സ്കില്ല് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു പോയിന്റ് ഞാൻ സംസാരിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇപ്പൊ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇല്ലേ. ഇപ്പം ഞാൻ ഫ്ലട്ടറാ പഠിക്കുന്നത്. എനിക്ക് കമ്മ്യൂണിറ്റീസ് വഴി തന്നെ ഒരുപാട് കണക്ഷൻസ് കിട്ടി. അതിൽ ഇത്രയും വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പം ഈ ടീച്ചർമാർക്ക് പറഞ്ഞു തരുന്നതിനെക്കാട്ടി ഇൻഡസ്ട്രിയൽ നോളജ് ഇവർക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന, ഞാൻ ഇപ്പൊ ഇതിന്റെ സെക്കൻഡ് കമ്പനിയാണ്. പണ്ട് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലുള്ള ഒരു സാറിന് 10 year പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം പുള്ളി സിസ്റ്റം ലെവൽ പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്തോണ്ടിരുന്നത്, C++-ലൊക്കെ ചെയ്തോണ്ടിരുന്നത്. അപ്പം പുള്ളിയുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു മെന്റർഷിപ്പ് അത് വേറെ തന്നെ ഒരു ഇതാ. ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും എന്റെ കൂടെ ഉണ്ടായിരുന്ന കൂടെ പഠിച്ചുകൊണ്ടിരുന്ന പയ്യന്മാർ ഇപ്പോഴും ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. കിട്ടുമായിരിക്കും, പക്ഷെ അവര് അതിനുവേണ്ടി ജോലിക്ക് കയറേണ്ടി വരും. അത് നിങ്ങള് ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത്. കാരണം എന്താ പറയുക, ഒരാൾ വർക്ക് എക്സ്പീരിയൻസിൽ വർക്കിൽ കിട്ടുന്ന എക്സ്പോഷറും നമ്മുടെ ഡിഗ്രിയിൽ കിട്ടുന്ന എക്സ്പോഷറും രണ്ടാണ്. അത് ഇപ്പം ഡിഗ്രി ഉണ്ടായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കും കിട്ടും, ഡിഗ്രി ഇല്ലാതെ ജോയിൻ ചെയ്യുന്നവർക്കും കിട്ടും. ആ പ്രൊഫഷണലി കരിയറിൽ എത്തിച്ചേർന്നതിന് ശേഷമുള്ള കാര്യമാണ്. എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് മാൻഡേറ്ററി അല്ലെന്നാ പറഞ്ഞുള്ളൂ. കാരണം എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. കാരണം ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നല്ല ടീച്ചേഴ്സ് ഒരുപാട് പേര് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളെ കോളേജിന്റെ മെജോറിറ്റി ഓഫ് അവസ്ഥ, കാരണം എന്റെ കൂടെ ഉള്ള സെയിം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരുപാട് പേര് പല പല കോളേജിലായിട്ടുണ്ട്. അതിൽ തന്നെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നവരും ഉണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള ഒരു ഇത് വെച്ചാൽ ഞാൻ പറയുന്നത്, നല്ല നല്ല ടീച്ചേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. അതിലെനിക്ക് പ്രത്യേകിച്ച് ഒരു തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഇപ്പോഴത്തെ ഉള്ള ഒരു അവസ്ഥയെ പറഞ്ഞു. കാരണം മെജോറിറ്റി ഓഫ് കോളേജിലും ചുമ്മാ ടെക്സ്റ്റ് ബുക്ക് വായിച്ചങ്ങ് വിടുക, ഒന്നും കറക്റ്റ് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പോലും ഇല്ല. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പുറത്ത് ഉള്ള റിസോഴ്സസ് ഉപയോഗിച്ചാ പഠിക്കുന്നത്. ആ ഒരു പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ നമ്മളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം കൊള്ളാം. അല്ല കാരണം ചില കോളേജുകൾ എന്തായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അവർ ലൈബ്രറി ആയാലും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയുള്ള റിസോഴ്സസും എല്ലാം അവരെന്തായാലും പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികളുടെ അവരുടെ ഫെയിലിയർ ആണ്. അല്ലാതെ നമ്മള് ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ടീച്ചേഴ്സ് അവരെങ്ങനെയാണ് മാക്സിമം എഫേർട്ട് കൊടുത്ത് അവരെ സ്റ്റുഡൻസിനെ അപ്പ് സ്കിൽ ചെയ്യാൻ പറ്റുക എന്ന കാര്യമാണ് നോർമലി ഞാൻ കണ്ട ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആർക്കാണ് കൂടുതൽ താല്പര്യമുള്ളത് അവരുമായിട്ട് കൂടുതൽ ഇടപെടുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ചെയ്യുന്നവരാണ് ഞാൻ കണ്ട ടീച്ചേഴ്സ്. ഇത് ശരിക്കും പ്രശ്നം ടീച്ചേഴ്സിൻ്റെതല്ല, അവിടെ പോയി പഠിക്കാൻ പോകുന്ന താല്പര്യമില്ലാതെ പോയി ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നമാണെന്ന് എൻ്റെ അഭിപ്രായം. നേരത്തെ ബ്രോ പറഞ്ഞ കാലൊക്കെ മാറി. ഇപ്പോ സ്കൂൾ ലെവലിൽ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞ പല ക്ലബുകളൊക്കെ വെച്ചിട്ട് കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ടീച്ചേഴ്സ് ഉള്ള കാലമാണ്. അപ്പോ എല്ലാരും പറഞ്ഞ ഒരേ ഫ്ലോയില് സ്കൂളും കോളേജിലെ ടീച്ചേഴ്സ് ഒന്നിനും കൊള്ളാത്ത രൂപത്തിലാണെന്ന് പറഞ്ഞു വരുന്ന ആ കാലൊക്കെ എടുത്തു കളഞ്ഞു. ഇപ്പോ ഉള്ള സ്കില്ലുള്ള ടീച്ചേഴ്സിന് മാത്രമേ അവിടെ ചാൻസ് ഉള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉണ്ടാവൂ. ഇപ്പോ സെൽഫ് ഫിനാൻസ് കോളേജിലൊക്കെ സ്കില്ല് നോക്കിയിട്ട് മാത്രമേ ടീച്ചേഴ്സിനെ അലോഡ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടും, കുട്ടികൾ അവിടെ നിൽക്കില്ല. അപ്പൊ അതൊക്കെ പണ്ട് പറഞ്ഞ് ആ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോണതാണ്. ടീച്ചേഴ്സും എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും തീരെ പോരാന്നുള്ളത്. അത് മാത്രല്ല നമ്മൾ കാണുന്ന ടീച്ചേഴ്സ് ഒന്നും വെറുതെ വന്നിട്ട് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ വിക്കിപീഡിയ നോക്കി വായിച്ചിട്ടോ വന്നവരല്ല. അവരൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് എക്സാമുകൾ ക്വാളിഫൈ ചെയ്ത് അത്രയും കോമ്പറ്റീഷണൽ എക്സാമുകൾ ഫോളോ ചെയ്ത് എന്നിട്ട് സെറ്റും നെറ്റും അങ്ങനത്തെ എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്തതിനു ശേഷമാണ് അവർ ടീച്ചിങ് ലെവലിലേക്ക് വരുന്നത്. അപ്പൊ അവരുടെ ഒരു നോളജ് എന്ന് വെച്ചാൽ നോളജ് ലെവൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ വളരെ മേലെയാണ്. നമുക്ക് അവരെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവരെ വില കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെറും വിഡ്ഢികളാന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. കാരണം അവർ അത്രയും നോളജ് ഉള്ളവരാണ്. അവർ ആ ലെവലിൽ നോളജ് അക്യൂർ ചെയ്തുകൊണ്ടാണ് അവർ ആ പൊസിഷനിൽ അവിടെ ഇരിക്കുന്നത്. നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചിട്ട് നമ്മളെല്ലാ ടീച്ചർമാരും അവരൊക്കെ പോക്കാണ്, കോളേജ് സിസ്റ്റം ശരിയല്ല എന്നൊക്കെ
പറയുന്ന വെച്ചാൽ വെറുതെ അതൊക്കെ ആരൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കേട്ട് നമ്മളിങ്ങനെ തള്ളി വിടാന്നല്ലാതെ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല. ഞാൻ ജസ്റ്റ് എന്റെ അഭിപ്രായം പറഞ്ഞേ. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ മാക്സിമം സ്കില്ല് അച്ചീവ് ചെയ്യുക, അടുത്ത നല്ല പൊസിഷനിലോട്ട് കയറുക. ഇതാണ് എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഞാനിപ്പോ ഒരു ഡിഗ്രി എടുക്കാനായിട്ട് എനിക്കൊരു പ്ലാൻ ഇല്ല ഓൾറെഡി. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലൊരു സാലറി ഉണ്ട്, കുഴപ്പമില്ലാതെ പോകണുണ്ട്. ഇതാ എന്റെ അഭിപ്രായം. ഞാൻ പിന്നെ എല്ലാ ടീച്ചർമാരെയും മോശക്കാരാക്കിയതല്ല കേട്ടോ. ഞാൻ മെയിൻ ആയിട്ട് നമ്മളെ പൈസ ചെലവാക്കി പഠിച്ചിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ എല്ലാ ടീച്ചർമാരും മോശം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഹലോ, എനിക്കൊരു ചെറിയൊരു അഭിപ്രായം ഉണ്ട് അതില്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ 2023 ആണ്. ഓക്കെ, അപ്പോ ഈ പഠിച്ച് ഇപ്പോ ഇസാക്ക് പറഞ്ഞ് അവരൊക്കെ അത്രയും നോളജ് അക്വയർ ചെയ്തിട്ടാണ് അവരൊക്കെ ആ പൊസിഷനിൽ ഇരിക്കുന്നത്. അവർ ഭയങ്കര ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു. ഇത് 23 ആണ്. ഓക്കെ, 23 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അവർ പഠിക്കാന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം ബാക്കോട്ട്, അതായത് 2015 എന്താ പറയാ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അവര് അത്രയ്ക്ക് അക്വയർ ചെയ്തിട്ടാണ് വരുന്നത്. എനിക്ക് അതല്ല, അങ്ങനെ സിസ്റ്റങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഈ കമ്പ്യൂട്ടിങ്ങിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള തിയറീസും തിയറംസും ഒക്കെ നമ്മൾ ഓൾറെഡി ആ ഒരു ലെവലാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് പൈത്തഗോറസ് തിയറം പണ്ടെപ്പോ കണ്ടുപിടിച്ചതാ, അത് നമ്മളിപ്പോ ഉപയോഗിക്കുന്നില്ലേ. അതുപോലുള്ള കമ്പ്യൂട്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള തിയറീസും നോളജും ഉണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ ടെക്നോളജിയിലുള്ള ഫ്രെയിം വർക്കുകൾ മാറി മാറി വരും, പക്ഷെ കമ്പ്യൂട്ടിങ്ങിന്റെ അടിസ്ഥാനപരമായ കുറെ തിയറീസ് ഉണ്ട്. അതൊക്കെ ക്വാളിഫൈ ചെയ്ത് പഠിച്ച അത്രയും നോളജ് ലെവലിലാണ് അവർ നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോ അത്രയും നോളജ് ഉള്ള ഒരാളെ വെച്ചിട്ട് അയാള് പ്രൊഫഷൻ ടീച്ചിങ്ങിലായിരിക്കും അയാൾക്ക് താല്പര്യം, അതുകൊണ്ടായിരിക്കും ചൂസ് ചെയ്ത്. അയാൾ ചിലപ്പം അയാൾക്ക് ഇൻഡസ്ട്രിയിൽ പോലെ ഇതുപോലെ പിന്നെ പ്രൊഫഷണൽ ലെവലിലാണ് അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ എളുപ്പമാണ്. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തന്നെ അവര് നമ്മളെക്കാട്ടും വലിയ എക്സ്പെർട്ടായി മാറും. അപ്പൊ അവര് ടീച്ചിങ് പ്രൊഫഷൻ തെരഞ്ഞെടുത്തുകൊണ്ടാണെങ്കിലോ. ശ്രീജിത്ത് ബ്രോ എപ്പോഴേ പ്ലീസ് അലോമി എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ. അശ്വിന് അഭിപ്രായം പറഞ്ഞോ. മാർക്കറ്റിംഗ് ഗിമ്മിക്കുകളെ പറ്റിയിട്ട് 4 അക്ഷരം സംസാരിക്കും. കാരണം നമ്മളൊരു ഇന്ന് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പല ആൾക്കാരും ഈ വീഡിയോയിലൊക്കെ പറയുന്ന ആൾക്കാർ ഡിഗ്രി എന്നുള്ള സാധനം നമ്മൾ ഫോളോ ചെയ്യാനേ പാടില്ല, ഇത് എടുത്തു കളയേണ്ട രീതിയിലാണ്. അങ്ങനെ പല സ്ഥലത്തും നമ്മൾ വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്ന് വെച്ചാല് ഭാവിയിൽ ഒരു സ്റ്റുപ്പിഡ് ജനറേഷൻ ഉണ്ടായി ചെയ്യാം അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് സത്യം വെച്ചാ എല്ലാ മീൻസ് ഇപ്പൊ ഒരു 10th പഠിക്കുന്ന ഒരു പയ്യനാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അവൻ അപ്പോഴേ വിലയിരുത്തും. കോഴ്സ് ഇനി സ്കൂളിലൊന്നും പോകണ്ട, കോളേജിലൊന്നും പോകണ്ട, ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വരുന്ന ഒരു കുറെ പേര് ഇതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് അങ്ങനെ പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ പെട്ടുപോയിട്ടുള്ളവരെ എനിക്കറിയാം, ആരാന്നൊന്നും പറയത്തില്ല. തീർച്ചയായും അത് നമ്മളെ രാജ്യത്തിന് തന്നെ ചിലപ്പം തകർത്തെറിയും. ഇതുപോലെ ഒരു മായ ലോകത്തിലായിരിക്കും ഇവർക്ക് ജീവിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല വേണ്ട. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തോഡലിക്കലായ ഒരു സയന്റിഫിക്കലായുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു നോളജ് ഉള്ള ഒരു ജനറേഷനാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. അല്ലാതെ പറയുന്നില്ല. ബ്രോ, ഒരു നോളജ് ഉള്ള ഒരു ജനറേഷൻ ആണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഗ്രിക്ക് പോയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്ന് ഉള്ളൊരു അഭിപ്രായം ഉണ്ടോ എനിക്ക്? ഡിഗ്രിക്ക് പോവാതെ എല്ലാം നേടിയെടുക്കാൻ. ഡിഗ്രിക്ക് പോയാലേ കിട്ടുള്ളൂ, സത്യമാണ്. ഡിഗ്രിക്ക് പോയാലേ കിട്ടുള്ളൂ. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിഗ്രി ഇല്ലെങ്കിൽ ആൾക്കാരായിട്ട് പെരുമാറല്, ബിഹേവിയർ അത് ഇതൊന്നും നമ്മള് സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും, സ്കൂളിൽ നിന്ന് കിട്ടുന്ന വേറെ ലെവല്, പിന്നെ കോളേജിൽ പോയാൽ വേറൊരു കേട്ട്, പിന്നെ നമ്മളെ പ്രൊഫഷണൽ എന്താണോ ഇപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അവരൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് വേറൊരു വൈബാണ്. എന്ന് വെച്ചാൽ അവർ പഠിക്കുന്നതും അങ്ങനത്തെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴാണ് ആ ഒരു സാധനം കിട്ടുക. അത് ഡിഗ്രി ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഭായി. ഞാൻ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് പോയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ വലുതായിട്ട് ആർഗ്യൂ ചെയ്ത് നിൽക്കാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയത് ഞാൻ ജോബിന് കയറിയ സമയത്താണ്. കാരണം ആദ്യം ഞാൻ ജോബ് ചെയ്ത കേരളത്തിന് പുറത്തായിരുന്നു. അപ്പം ഞാൻ ഇംഗ്ലീഷിലൊക്കെ ഭയങ്കര ശോകമായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയി വന്നത്, ഇങ്ങനെ സംസാരിക്കാനൊക്കെ പഠിച്ചത് ജോബിന് കയറി കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പം ജോബിന് കയറാനായിട്ട് ഡിഗ്രി വേണോന്ന് ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയും മാൻഡേറ്ററി അല്ല. ഇപ്പം പഠിക്കാൻ പറ്റാതെ പോയ ഒരുപാട് ആൾക്കാരാണ് ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണമൊക്കെ.
അപ്പം അവർക്കൊക്കെ ഇനിയും ഒരു അവസരം ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉം. ഞാൻ വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഡിഗ്രി ഇല്ല ഓൾമോസ്റ്റ്, ഓക്കെ, ആൾക്ക് സ്കില്ലുണ്ട്, പക്ഷെ അയാൾ കുറച്ച് ഏജ് ആയിപ്പോയി. അപ്പോൾ ഒരു 40 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് സീന്? പിന്നെ വേറെ ഏതെങ്കിലും ഈ കമ്പനിയിൽ വർക്ക് എടുക്കുന്നതിന് ഏജിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? അതൊരു പ്രോബ്ലമായിട്ട് വരുമോന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാരണം ഏജ്ഡ് ആയിട്ട് കയറിയവരും ഉണ്ട്, ഒരുപാട് പേര് അങ്ങനെ കയറിയിട്ടുള്ള അറിയാവുന്നവരുണ്ട്. അതൊരു ഫാക്ടറായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചില കമ്പനീസ് അങ്ങനെ പ്രിഫർ ചെയ്യുമായിരിക്കും, അങ്ങനെ ഒരു പ്രശ്നം വെക്കുമായിരിക്കും. എങ്കിലും മെജോറിറ്റി എല്ലാവർക്കും ഓപ്ഷൻ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്കിൽ സെറ്റ് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു സൈസ് സ്കിൽ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ പ്രൂവൺ ആയിട്ടുള്ള ആ ഒരു ലെവലിലുള്ള പ്രൊജക്ട്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പ്രൊജക്ട്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ നമുക്കത് നമ്മളാ ചെയ്തെങ്കിൽ നമുക്കത് പറയാനും അറിയാമല്ലോ. അപ്പൊ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു കമ്പനി കയറാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏജ് ഒരു പ്രശ്നം വരത്തില്ല. വേറൊരു വിഷയം എന്ന് വെച്ചാല് ഞാൻ പറയാനുള്ളത് വെച്ചാല്, പിന്നെ കൂടുതലും ഏജ് കൂടുതലും കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ പിന്നെ ഈ ജ്വല്ലറി, അതുപോലെ അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കലി കുറച്ചുകൂടി ഒന്നിക്കല് നമ്മളെ ലുക്ക് നോക്കിയിട്ട് വാല്യൂ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഫിസിക്കലി കുറച്ച് എഫേർട്ട് ഇടേണ്ട സംഭവങ്ങൾ, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളായിരുന്നു കൂടുതലായിട്ട് അവർ ഏജ് ഒരു ഫാക്ടറായിട്ട് വെക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കമ്പ്യൂട്ടിംഗ് ഒക്കെ പിന്നെ നമുക്കറിയാലോ, കമ്പ്യൂട്ടർ സയൻസിലെ മാക്സിമം ഇൻവെൻഷൻ കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ അവരുടെ ഏകദേശം 10 വർഷം 20 വർഷമൊക്കെ എക്സ്പീരിയൻസ് നേടിയതിനു ശേഷമാണ് അവർ പുതിയ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചില കമ്പനികളിൽ ചിലപ്പോൾ എഫക്ട് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ചെയ്യാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ ആരൊന്നും പറഞ്ഞില്ല. ശ്രീതുറു എപ്പോഴേ വിട്ട് പറയുന്നത്. പറ എന്തേലും എന്തായാലും അഭിപ്രായം പറഞ്ഞു. മിഞ്ഞാന്ന് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നില്ല? പോയോ? മിഞ്ഞാന്ന് ആരായിരുന്നു? കുറച്ച് എന്താ പറയാ, കുറച്ച് വർക്ക് ചെയ്ത ആരോ ഉണ്ടായിരുന്നു, ഒരു BBA ഒക്കെ കഴിഞ്ഞ് ജോബിനൊക്കെ കയറിയവരുണ്ടായിരുന്നു. ഡിഗ്രി നോൺ കൊമേഴ്സ് നോൺ IT അല്ലാത്തവർക്ക് ജോബിന് കയറാൻ പറ്റില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല കേട്ടോ. ജോബിന് കയറാൻ പറ്റുന്നാണ് പറഞ്ഞത്. ഹലോ ഹലോ കേൾക്കാം കേൾക്കാം. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഡിസ്കഷൻ കുറച്ചൊരു അക്കാഡമിക് ഒരു റിസർച്ച് ലെവലിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ ഗ്രൂപ്പിൽ വരുന്ന അധികം ആളുകളും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ എന്നുള്ള വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു പ്യൂർലി അക്കാഡമിക് ലെവലിൽ പോകുന്ന രീതിയിലാണെങ്കിൽ, പറഞ്ഞ രീതിയിലാണെങ്കിൽ കോളേജ് എഡ്യൂക്കേഷൻ്റെ ആ ഒരു ലെവൽ ഓഫ് നോളജ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പല ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ MNC-കളിൽ പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അതിന് ചിലപ്പോൾ ഡിഗ്രി ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ ഓപ്ഷൻ ആദ്യമൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടൊരു പിന്നെ ഒരു സ്റ്റാർട്ടപ്പിൽ കയറിയിട്ട് പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ ഒരു ഇങ്ങനത്തെ TCS ഇങ്ങനത്തെ കമ്പനികളിൽ ട്രൈ ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു അങ്ങനെ ഫേസ് ചെയ്യുന്ന ആ ഒരു തടസ്സം അങ്ങനെ മാറാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനങ്ങനെ പല ആളുകളും ചെയ്തിട്ടുള്ള ഒരു
ഇതിങ്ങനെ ചെയ്ത ആളുകൾ എനിക്കറിയാം. പല രീതിയിലും ഇങ്ങനെ നല്ല നല്ല കമ്പനി, ഇപ്പോൾ കൊച്ചിൻ സോപ്പ് വർക്കിലും ഒക്കെ ഇങ്ങനെ നല്ല കമ്പനീസിൽ കയറിയിട്ട് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചിട്ട് ഇങ്ങനെ ചെറിയ കമ്പനീസിൽ കയറിയിട്ട് പിന്നെ അത് വെച്ചിട്ട് അവർ അങ്ങനെ US പോയി അവിടെ PR ഒക്കെ എടുത്ത് സെറ്റിലായ പല ആളുകളൊക്കെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തന്നെ ഇങ്ങനത്തെ ഒരു രീതിയിൽ. റിയാസെ എന്തും ഒന്ന് പറയത്തെ, എന്ത് പറ്റി? പോയാ അശ്വിനി സ്റ്റാർട്ട് ജോയിൻ ചെയ്തോ? എന്തേ അല്ല ആര് വർക്ക് വേറെ തുടങ്ങിയോ? ആരാ എനക്കോ? ഇല്ല ജനുവരി 1 ഇപ്പൊ കൊച്ചിക്ക് വന്നു. ഓക്കെ. വിവേക് എന്റെ ഇപ്പുറത്ത് ഇരുപ്പുണ്ട്. ഏ വിവേക് എന്റെ തൊട്ടിപ്പുറത്ത് ഇരുപ്പുണ്ടത്. ഹലോ, സംസാരിക്കൂ. ബോറടിക്കുന്നുണ്ട്. ഈ വിഷയത്തിന്ന് സ്കിപ്പായി നമുക്ക് വേറെ ഏത് വിഷയത്തിലേക്ക് ചാടിയല്ലോ? പക്ഷെ വേറെ നമ്മളെ ആരെങ്കിലും ഫോർ മാത്രമേ ആർഗ്യുമെന്റ്, എഗെയിൻസ്റ്റ് ആർഗ്യുമെന്റ് ഇല്ല. അതെ. ഞാൻ മാത്രല്ലേ സംസാരിക്കുന്നത്, ആരും വേറെ ഇല്ലേ? ഡിഗ്രീസ് ഉണ്ടെങ്കിലാണ് നമ്മൾ മേലേക്കുള്ള കമ്പനിയിലേക്ക് കേറാൻ കഴിയുള്ളൂ. ഇപ്പൊ എന്താണ് അശ്വിൻ എന്ന് പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു, എന്താ വെച്ചാൽ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു വർക്കിന് പോകുമ്പോ അവരെ ഫിൽട്ടർ ചെയ്യുന്ന തന്നെ ജസ്റ്റ് ഡിഗ്രി ഉണ്ടോ അറിയാം. അപ്പൊ ഇനി എങ്ങനെയാണ് ഇപ്പം എനിക്ക് ഡിഗ്രി ഇല്ല. ഓക്കെ, ഞാനും ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നത് എന്തിപ്പോ പറയാനാണ്, പണിയാണ് ഡിഗ്രി ഇല്ലെങ്കിൽ. എന്റെ കേസിൽ പറയുന്നത് ഡിഗ്രി ടൈമിൽ ഞാൻ ഒന്ന് പഠിച്ചപ്പോ ഇല്ല. കാരണം എനിക്ക് ഇപ്പൊ അതിൽ റിഗ്രറ്റ് ഉണ്ട്. എന്നുവെച്ചാ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ അവസാനം നല്ല കഷ്ടപ്പെട്ടിട്ടാ കംപ്ലീറ്റ് ആക്കിയ. ആദ്യമേ കുറെ സപ്ലൈ അടിച്ച് പിന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്ന് പിന്നെ അതിനകത്തോട്ട് പിന്നെയാണ് ഇൻട്രസ്റ്റഡ് ആവുന്നത്. അത് ടീച്ചറിനെ ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ കോളേജിനെ ഫാക്കൽറ്റി അല്ലെ ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ നമ്മള് എന്ത് പഠിപ്പിക്കുന്നതെന്ന് ഒരു മൈൻഡ് ചെയ്യത്തില്ല. പൊതുവെ ഒരു 75% അങ്ങനെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് ഫാക്ടർ ചിലപ്പോൾ ഈ ടീച്ചേഴ്സ് പിള്ളേരായിട്ട് അത്ര ഒരു മിങ്കിൾ ടൈപ്പ് കാണത്തില്ല. ഇപ്പം ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്കിപ്പം ആ ഒരു റീകാൾ വരും. എന്ന് വെച്ചാൽ അന്ന് ഇതൊക്കെ പഠിപ്പിച്ചതായിരുന്നു, അന്ന് പഠിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പിൽ മേളിൽ നിൽക്കായിരുന്നു. എന്ന് വെച്ചാൽ ആ സാധനം ഇപ്പം പഠിച്ച് അത്രയും ടൈമും കൂടെ കളയണ്ട, അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാമെന്നൊരു റിഗ്രറ്റ് ഇപ്പൊ ഉണ്ട് എനിക്ക്. അതാണ് ഞാൻ ഈ ഡിഗ്രിയുടെ കാര്യം ഇപ്പൊ ഇങ്ങനെ ഡിഗ്രി വേണം എന്നുള്ളൊരു സ്ട്രെസ്സിൽ പറയുന്നത്. കാരണം അന്ന് ഞാനത് ഇപ്പൊ ഇത് മെയിൻ എക്സാം പറയാൻ ഡാറ്റ സ്ട്രക്ചർ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഈ സാധനങ്ങളെല്ലാം ഡിഗ്രിയിൽ പഠിപ്പിക്കുന്നതാണ്. അന്ന് അത് പഠിച്ചില്ല. അതിന്റെ എല്ലാം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് അത്. കാരണം അത്ര ടൈം പോയി. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ അന്ന് പഠിച്ചില്ല, പക്ഷെ ഇനി പഠിക്കാൻ പറ്റൂല എന്നുള്ളൊരു റിഗ്രറ്റ് വേണ്ട. കാരണം ഇനി വേണമെന്ന് വിചാരിച്ചാൽ പഠിക്കാൻ പറ്റും. ഇപ്പൊ ഫ്ലട്ടർ പഠിച്ചത് തന്നെ സ്വന്തമായിട്ട് സ്കില്ല് അച്ചീവ് ചെയ്തതല്ലേ. അതേ ഒരു രീതിയിൽ തന്നെ സെൽഫ് ലേൺ ആയിട്ട് ഇതെല്ലാം പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
കാരണം ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ വേറെ അശ്വിൻ പഠിക്കാനെടുക്കുന്ന സമയവും അല്ലെങ്കിൽ അശ്വിന് പോകാൻ പറ്റുന്ന ഡെപ്തും ഡിഗ്രി ഇല്ലാത്ത ഒരാളുമായിട്ട് കമ്പയർ ചെയ്ത് വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ഫ്ലട്ടറിൽ തന്നെ നോക്കിയാൽ പിന്നെ നമ്മുടെ ആനിമേഷനും അല്ലെങ്കിൽ 3D റെൻഡറിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ മാക്സിമം യൂസ് ചെയ്യുന്നത് മാത്സിലെ ഒരുപാട് കോൺസെപ്റ്റുകളാണ്. 3D ജോമെട്രിയും പിന്നെ അതൊക്കെയാണ് അതിൽ മാക്സിമം വരുന്നത്. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അത് ശരിയാണ്, അത് പറഞ്ഞത് ശരിയാണ്. കാരണം ഞാനും അത് നോക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണുണ്ട്. ബേസർ കർവ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുമ്പം എനിക്ക് ഫീൽ ചെയ്യണുണ്ട് പഠിക്കാൻ പാടാണെന്ന്. പക്ഷെ ഞാൻ അത് പാടാണെന്ന് പറഞ്ഞ് അത് നിർത്തി കഴിഞ്ഞാൽ നല്ല അർത്ഥമില്ലല്ലോ. നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടാലും അച്ചീവബിൾ ആണ്. ആ ഒരു പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അച്ചീവബിൾ ആണ്, എന്തും അച്ചീവബിൾ ആണ്. എനിത്തിങ് ഈസ് പോസിബിൾ ആണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നല്ലേ. ആ ഒരു സെൻസിൽ എടുത്താൽ എന്തും അച്ചീവബിൾ ആണ്. പക്ഷെ ഞാൻ പറയുന്ന വെച്ചാൽ അശ്വിൻ ഇപ്പോൾ ബിടെക് ആണെങ്കിൽ അത് 4 വർഷം ഇട്ട എഫേർട്ടിന് വിലയുണ്ട്. അതെന്തായാലും അവന്റെ കരിയറിന് വളരെയധികം സഹായിക്കും. അതുപോലെ അതല്ലാതെ ഡിഗ്രി ഇല്ലാതെ ഒരാൾ വന്ന് പോകുന്നതിനേക്കാളും കൂടുതൽ ഡെപ്തിൽ അശ്വിന് പോകാൻ പറ്റും. കാരണം ഓൻ ഓൾറെഡി എക്സ്പോഷർ ഉള്ളതാണ്. ഒന്ന് റിവൈസ് ചെയ്താൽ ഒന്നും കൂടി ഓൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കൂടെ മാത്രമേ ചെയ്യും. പക്ഷെ അതേസമയം അങ്ങനെ അല്ലാത്ത ഒരാൾ ആ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സമയം എടുക്കും. പിന്നെ അത് ആപ്ലിക്കേഷൻ ലെവലിൽ വരണം, അതിന് പിന്നെയും സമയം എടുക്കും. അപ്പോ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും അതിലുള്ളവർക്കുണ്ടാവും. അത് നിങ്ങൾ പറഞ്ഞത് അത് കറക്റ്റാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ വിവേക് പറഞ്ഞ മാതിരി അതിന് ഞങ്ങളൊരു എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാലും അശ്വിന് ഇപ്പോൾ 4 ഇയർ പഠിച്ചിട്ടുണ്ട്, ഓക്കെ. പക്ഷെ എന്നാലും അയാൾക്ക് റീവൈൻഡ് ചെയ്യണോ? അതും പൊടി തട്ടി എടുക്കണം. നമ്മളും അതേമാതിരി ഒരു എന്താ പറയാ നല്ലൊരു എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റൂലേ എന്നൊരു ചോദിക്കാണ്. പക്ഷെ അച്ചീവ് പറ്റാതെയൊന്നുമില്ല, പറ്റും. പക്ഷെ ആ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റെപ്പ് വഴി ഇങ്ങനെ ചെയ്ത് വരണം. ഇപ്പൊ അശ്വിൻ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഗ്രാജുവേറ്റ് ഒക്കെ കഴിഞ്ഞ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആ ഒരു മേലുള്ള ഒരു സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ അതല്ലാത്ത ഒരാള് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ തുടങ്ങേണ്ടി വരും. അപ്പൊ അത്രയും എഫേർട്ട് ഇടേണ്ടി വരും. അവരെ ഈ എഫേർട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കില്ലിലേക്ക് മാറുക. അപ്പൊ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അപ്പൊ വിവേക് കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞ് എന്താ പറയാ എക്സ്പീരിയൻസ്, അതായത് 1 മിനിറ്റ്. ഹലോ, വിവേക് കുറച്ച് മുന്നേ പറഞ്ഞ് എന്താ പറയാ സ്കില്ല്, അതായത് ഡിഗ്രീസിൻ്റെ ഒന്നും ആവശ്യമില്ല, മീൻസ് ആവശ്യം ഉണ്ട്, മീൻസ് ആവശ്യമില്ല എന്നും കൂട്ടുകൾ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് പറയാ സ്കില്ല് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനീനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാം എന്നാണ് വേറൊരാൾ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഏത് വേ കൂടിയാണ് കമ്പനീനെ കൺവിൻസ് ചെയ്യുക? അത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഫിൽറ്റർ ചെയ്യും. ഇയാൾ പറഞ്ഞ മാതിരി ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ഡിഗ്രി ഇല്ലാത്ത ആളെ അക്സെപ്റ്റ് ചെയ്യേണ്ട, അവരെ CV ഒഴിവാക്കിയാൽ. അപ്പോൾ നമ്മൾ എങ്ങനെ കമ്പനീനെ കൺവിൻസ് ചെയ്യിക്കും ഞങ്ങളുടെ സ്കില്ലുള്ള കാര്യം? അതാണ് അതിന്റെ ഒരു പ്രശ്നം. കൺവിൻസ് ചെയ്യാനുള്ള അവസരം കിട്ടൂല. ഡിഗ്രി ഉള്ള ഒരാൾക്ക് പിന്നെ സ്കില്ല് കൂടി കൺവിൻസ് ചെയ്താൽ മതി. സ്കില്ലില്ലാത്തവർക്ക് ആദ്യം നമ്മൾ കമ്പനിയുടെ നമ്മൾ ഇന്റർവ്യൂവിന് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കണം. അതിനുശേഷം സ്കില്ലും കൂടി കൺവിൻസ് ചെയ്യിപ്പിക്കണം. അപ്പോ എന്തായാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, എന്റെ ഒരു ഇതിൽ പറയണമെങ്കിൽ നമ്മളെ പ്രോജക്ട്സ് എല്ലാം മാക്സിമം ഉണ്ടെങ്കിൽ അത് ഇസാഖ് ബ്രോ പറഞ്ഞ ഡിഗ്രിയും ഉണ്ട് സ്കില്ലും ഉണ്ട്. അപ്പോളോ അതാണ്. പക്ഷെ നമ്മൾ ഡിഗ്രി അങ്ങനെയുള്ള ഇല്ലാത്ത എത്ര പേരുണ്ട്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? ലോട്ട് ഓഫ്. അല്ല, സ്കില്ല് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്കില്ലില്ലാത്ത എത്ര പേരുണ്ട്? എന്നാൽ ഇങ്ങനെ ഒരു സംഭവം വരട്ടെ, ഒരു ഇന്റർവ്യൂവിന് രണ്ടാൾക്കും സെയിം സ്കില്ലാണ്, ഒരാൾക്ക് ഡിഗ്രി ഉണ്ട് ഒരാൾക്ക് ഡിഗ്രി ഇല്ല, അപ്പൊ ആരെ ചൂസ് ചെയ്യും?
രണ്ടാളും ചൂസ് ചെയ്യും കമ്പനി. ഒരാൾക്കുള്ള വേക്കൻസി എങ്കിൽ ആരെ ചൂസ് ചെയ്യും? രണ്ടാൾക്കും സെയിം സ്കില്ലാണ്, ഒരാൾക്ക് ഡിഗ്രി ഉണ്ട് ഒരാൾക്ക് ഡിഗ്രി ഇല്ല, അപ്പൊ ആരെ പറഞ്ഞോളൂ? അങ്ങനത്തെ പോയിന്റ് വരുമ്പോഴാണ് ഈ ഡിഗ്രി കറക്റ്റ് പ്ലേ വരുന്നത്. കാരണം 4 വർഷം അവൻ ഡിഗ്രി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ 4 വർഷം ഡിഗ്രി എടുക്കുന്ന പറഞ്ഞാൽ ചില്ലറ പണിയല്ല. അപ്പൊ അവർക്ക് മീൻസ് ഒരു ചെറിയ പോയിന്റ് ഓഫ് വ്യൂ പോകുന്നതെന്ന് പറഞ്ഞാൽ 4 വർഷം ഡിഗ്രി, ഈ 4 വർഷം ഡിഗ്രി എടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അവൻ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അവനൊരു ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ അവന് ഈ കമ്പനിയിൽ എഫേർട്ട് ഇടാൻ പറ്റും എന്നൊരു ഒരു ചെറിയ തോട്ട് ഹയറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വരും. അങ്ങനെ ഒരു ഫാക്ടർ ഫിൽട്രേഷൻ വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഡിഗ്രി ഉള്ളവരെ എടുക്കത്തുള്ളൂ. കറക്റ്റ്. അത് മാത്രമല്ല ഒരു പ്രൊഫഷണൽ ഡിഗ്രി ബിടെക് പോലെ ഡിഗ്രി ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ സാറ്റർഡേയോ എങ്ങനെയാണ് അടുത്ത മീറ്റിംഗ്? ഗ്രൂപ്പില് ഓക്കെ. ഇല്ല കൺക്ലൂഡ് ചെയ്തു. കുഴപ്പമില്ല, നമുക്ക് ക്ലോസ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്തോ. ഇവിടെ എത്ര നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണ നോർമൽ ആപ്ലിക്കേഷൻ, അതായത് ഇപ്പോൾ ചില ആപ്സ് ഉണ്ടാക്കാൻ, ചില വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാനൊന്നും ആക്ച്വലി ഒരു നോർമൽ കമ്പനിയിലേക്ക് കയറണമെങ്കിൽ ഡിഗ്രിയുടെ യാതൊരു ആവശ്യമില്ല. ചില കമ്പനികൾ ഡിമാൻഡ് വെക്കാറുണ്ട്, ഏകദേശം 80% കമ്പനീസ് ഡിമാൻഡ് വെക്കാറില്ല. ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൽ, അത്രയാണ് പറയാനുള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു പൊസിഷന് മാറി ഒരു MNCയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ അല്ലെങ്കിൽ ഡീപ്പ് ലെവൽ വർക്കിലേക്ക്, ഇപ്പോൾ OS ലെവലിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക്, ഇപ്പോൾ ലൈബ്രറീസ് ഉണ്ടാക്കുന്ന കമ്പനീസ് ആണെങ്കിൽ ആ ഒരു ലെവലിൽ ഡീപ്പ് ലെവൽ ഹാർഡ്വെയറുമായി ഡിപ്പെൻഡബിൾ ആയിട്ട് വരുന്ന വർക്കിലേക്ക് പൊതുവെ കമ്പനീസ് റിക്രൂട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന കമ്പനീസ് തന്നെ മിക്കതും MNCs ആയിരിക്കും. അങ്ങനത്തെ കമ്പനീസ് പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, ഏകദേശം 80-90% ഡിഗ്രി ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ കാൻഡിഡേറ്റ്സിന് എടുക്കാറുള്ളൂ. അതിന് റീസൺ ഇപ്പോൾ ഇഷാഖ് ബ്രോ പറഞ്ഞ പോലെ നമ്മൾ ആ തിയററ്റിക്കലായിട്ട് കമ്പ്യൂട്ടർ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ബേസിക്കലി ഒരു ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു ജോലി കിട്ടാനൊരു പണിയില്ല, ഒരു ഡിഗ്രീൻ്റെ ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി, അവരെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന്, അതേപോലെ തന്നെ അവർക്ക് ഹൈ ലെവൽ കോഡിങ് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. അത് ഹൈ ലെവലിൽ കമ്പൈലറിൻ്റെ കാര്യങ്ങളുള്ളിൽ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നൊന്നും അവർക്ക് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ മെമ്മറി യൂട്ടിലൈസേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ നമ്മൾ ഈ ലോ ലെവൽ പ്രോഗ്രാമിങ് അല്ലെങ്കിൽ API ലെവൽ ഇത് ലൈബ്രറീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കോഡിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ആ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ പ്രോസസ്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് എക്സാക്റ്റ് മനസ്സിലാക്കേണ്ടി വരും. കാരണം അപ്പോഴാണ് ആ ഒരു ലെവലിലുള്ള പെർഫോമൻസും ആ ഒരു ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ തന്നെ പറ്റുക. അപ്പോൾ അവിടെ എന്താണ് തിയററ്റിക്കലി ഡിഗ്രിയുടെ ആവശ്യകത അവിടെ നമുക്ക് മനസ്സിലാകും. പിന്നെ ചില ആളുകൾ എക്സ്പീരിയൻസ് കൊണ്ട് ആ ലെവലിലേക്ക് എത്തിപ്പെട്ടവരുണ്ട്. എക്സ്പീരിയൻസ് വേണം. അതിന് ഇനീഷ്യലി ഇങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡിഗ്രി ഒന്നും ഇല്ലാതെ ചിലപ്പോൾ ചെറിയ നോർമൽ കമ്പനീസിൽ കയറിയിട്ട് പോയതായിരിക്കും. അല്ലാതെ ഒരിക്കലും ഈ 90% ഒരിക്കലും കമ്പനീസിൽ എന്ത് ചെയ്യില്ല, MNCസിലൊക്കെ ഇങ്ങനത്തെ പൊസിഷനിലേക്ക് കിട്ടണമെങ്കിൽ ഒരു കാരണവശാലും ഡിഗ്രി ഇല്ലാതെ അവിടെ ഇരിക്കില്ല. റീസൺ ഇത്രയേ ഉള്ളൂ, അവർക്ക് പ്രൊജക്റ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു കമ്പ്യൂട്ടറിൻ്റെ എക്സാക്റ്റ് വർക്കിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാവാത്ത അവരെ കുറേ തിയററ്റിക്കലി കുറേ കാര്യങ്ങൾ പഠിക്കണം. അതില്ലാത്ത
ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അവസാനമായിട്ടുള്ളൊരു കൺക്ലൂഷൻ. അപ്പോൾ എന്താ പറയുക, നോർമൽ കമ്പനീസിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തില്ല, ഡിഗ്രീൻ്റെ ആവശ്യം, ജോലി കിട്ടാൻ ഡിഗ്രീൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ സ്പെസിഫിക് ഏരിയയിൽ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് ജോലി എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ട് ഡിഗ്രി ആവശ്യമുണ്ട്. മറ്റൊരു കാര്യം മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ജോബിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഡിഗ്രി ഉള്ളവനും ഡിഗ്രി ഇല്ലാത്തവനും അതിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. സ്കില്ലുള്ളവനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിലും ഡിഗ്രിയും കൂടി ഉണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. പക്ഷെ ഒരു കുറച്ചും കൂടി ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടീം ലീഡിൻ്റെ ഒക്കെ തലപ്പത്തൊക്കെ എത്തണമെങ്കിൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പൊസിഷനിലേക്കൊക്കെ എത്തണമെങ്കിൽ പല കമ്പനീസും ഏകദേശം ഒരു 80-60% കമ്പനീസൊക്കെ അവർ ഡിഗ്രീനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് അത്ര ഒരു പദവി കൊടുക്കണമെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി നോക്കുന്ന ലെവലിലേക്ക് പല കമ്പനീസും നോക്കാറുണ്ട്. അതും കൂടി ഒന്ന് ഈ ഒരു ഭാഗമാക്കി ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ഐ എം ഓഡിയബിൾ? കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞു. ഓക്കെ ഓക്കെ കേൾക്കാം. ഓക്കെ അല്ലേ? ഇനി ആർക്കൊന്നും അഭിപ്രായങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, പുതിയ ടോപ്പിക്കായിട്ട് അടുത്താഴ്ച കാണാം റിയാസ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് സബ്ജക്റ്റ് നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കൂടി അഭിപ്രായം പറയുന്ന സബ്ജക്റ്റ് നമുക്ക് എടുത്തിടാം. ഓക്കെ എന്നിട്ട് നമുക്ക് എല്ലാവരും പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളി. ഇവിടെ ഒരു വാദപ്രതിവാദമാണ്, മത്സരമാണ്, ആരെ ജയിക്കുക എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.